ഒറ്റയ്ക്ക് വന്നാൽ പേടിയാവും. ആ ഫൈറ്റ് സീനൊക്കെ ഇല്ലേ മോഹൻലാലിന്റെ, അതൊക്കെ എടുത്തത് നല്ല മിന്നല്. ചാർലി ഫിലിമിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. ഇത് നമ്മളുടെ സ്ഥിരം ട്രാവൽ ഗൈഡ് പോലത്തെ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് വെറുതെ 2-3 ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ വരാൻ പറ്റിയ ഒരു റോഡ് ട്രിപ്പ് റൂട്ട് അത് പരിചയപ്പെടുത്താമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഈ കുട്ടിക്കാനത്ത് പൈൻ ഫോറസ്റ്റിലേക്കാണ് വന്നത്. ഈ ചൂടുള്ള ഈ ഒരു സീസണിൽ ഇവിടെയൊക്കെ വരുമ്പം അത്യാവശ്യം തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന് മുകളിലെത്തുമ്പം വെയിലും ഇല്ല, തണുപ്പുമുണ്ട്, കുറച്ച് ആ സൈഡിൽ കോടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു 2 days ട്രിപ്പൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണത്. ഇവിടെ ചൂട് തോന്നുന്നുണ്ടോ? വലിയ ചൂടില്ല, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടോ? ഈ കുറച്ച് തണുപ്പ് തോന്നുന്നില്ലല്ലോ. പക്ഷെ എനിക്കൊരു ചിൽ ക്ലൈമറ്റ്, ഒന്നും വേണ്ട, വേറൊന്നും വേണ്ട. പക്ഷെ കുറച്ചുകൂടെ തണുപ്പുണ്ടായിക്കൊള്ളാം. അതല്ല ചേച്ചി, വീഡിയോ കേരളത്തിന്റെ ഉഷ്ണത്തിൽ പെട്ടെന്ന് പൈൻ ഫോറസ്റ്റ് കയറിപ്പോ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഇടണം. ഞാൻ പറയില്ല, എനിക്ക് പറഞ്ഞു തരാറിയത്തുള്ളൂ. ഇത് കാടല്ല, ഫോറസ്റ്റ് കാടാണ്. പൈൻ ഫോറസ്റ്റ് കാടല്ലേ? എന്തൊക്കെയാ കാഴ്ചകൾ? നല്ല തണുപ്പുണ്ട്, ഇവിടത്തെക്കാളും നല്ല തണുപ്പുണ്ട്. കാറ്റൊക്കെ ഉണ്ടോ? നല്ല കാറ്റുണ്ട്, കുറച്ചുകൂടെ മേളില് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പേടിയാവുന്നുണ്ട്. മൃഗങ്ങളുണ്ടോ? അവിടെ കുറച്ച് കാട് ഓ, പക്ഷെ വഴിയുണ്ട്, എന്നാ പോയി നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. കുഞ്ഞിനിഷ്ടായി. നിന്നെയോ? അല്ല, പൈൻ ഫോറസ്റ്റ് തണുപ്പ്. കുഞ്ഞിന് അന്തരീക്ഷം ഇഷ്ടപ്പെട്ടു. അന്തരീക്ഷം നല്ല മൂടാൻ തോന്നുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ ഫുഡൊക്കെ അത്യാവശ്യം തണുത്ത ഫുഡാണ് കിട്ടിയത്. എല്ലാം അങ്ങനെയല്ല, ബിരിയാണി കുഴപ്പമില്ല. കുറച്ച് ചൂടുണ്ട്. നല്ല ചൂട് മാത്രമാണ് ഇവിടെ കഴിച്ചത് നല്ലത്. ഇത് പാസ്ത കൊള്ളാം, പക്ഷെ ബാക്കിയെല്ലാം തണുത്ത ഫുഡായിരുന്നു. ടേസ്റ്റും മാമ റോസ മിക്സ് ചിക്കൻ മിക്സ് എടുത്തു. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. ഇതിവിടെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു ഹോണ്ടഡ് പ്ലേസ് മാതിരിയാണ്. ശരിക്കും ആളുകൾക്ക് ഒറ്റയ്ക്ക് വന്നാൽ പേടിയാവും, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ ഒരു പഴയൊരു പാലസാണ്. എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്, എല്ലാം കൂടെ ഇളകിയിട്ടുണ്ട്. ആ ഫൈറ്റ് സീനൊക്കെ ഇല്ലേ മോഹൻലാലിന്റെ, അതൊക്കെ എടുത്തത് ഈ അമ്മച്ചി കൊട്ടാരത്തിന്റെ പരിസരത്തു നിന്നാണ്. ഇവരിതിന്റെ കെയർ ടേക്കറാണ്. ഇവർക്കൊരു 10 rupees കൊടുക്കണം. മോഹൻലാൽ വന്നില്ലായിരുന്നു? മോഹൻലാൽ വന്നില്ലായിരുന്നു? വെറുതെ മോഹൻലാലാണ് ഇപ്പൊ എവിടെ ഷൂട്ട് ചെയ്തത്? ചെട്ടിയോ? കടവുളെ പോലെ പാട്ട്. കടവുളെ ഇവൻ കടവുളെ പോലെ. ആ ഷൂട്ടാണ്. അമ്മ മാറാണി 4 മാസം താമസം പറഞ്ഞവിടെ 8 മാസം തിരുവനന്തപുരം. അവര് വേനൽക്കാലം അവിടെ വേനൽക്കാലത്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസം പറഞ്ഞു. ചൂടുള്ള സമയത്ത് അമ്മ മാറാണി
ഇതിനുള്ള ഗാർഡനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോരുകയാണ് അമ്മച്ചി കൊട്ടാരത്തുനിന്ന്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല കാറ്റുണ്ട്. ഓ സീനേ. ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റവിടെ. ഇവിടെ ഇങ്ങനെ ചുറ്റും കുറെ മലകളാണ്. മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ കാറ്റാണ്. മുടി അടിച്ച് കാണിച്ചതാ. ചെറിയ മഴയുണ്ട്. നല്ല മിന്നല്. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വന്നാൽ മതി. നല്ല രസമായിരിക്കും, നല്ല കാറ്റും. കുട്ടിക്കാനം ടൗണിലെ മറീൻ കോളേജിൻ്റെ അടുത്ത് തന്നെ കുറേ തട്ടുകടകളുണ്ട്. നൈറ്റ് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഈ കുട്ടിക്കാനത്ത് തന്നെ ചാർലി ഫിലിമിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്, അവിടേക്കാണ്. നമുക്കൊന്നുള്ള നോക്കാം, കാണിച്ചു തരാം. ഈ സൈഡിലൊക്കെ തേയിലത്തോട്ടാണ്. ഈ സ്ഥലം നല്ല പീസ്ഫുൾ ആയ സ്ഥലമാണ്. അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം തോന്നുന്നുണ്ട്. ഈ മരങ്ങളുള്ള വഴീൻ്റെ 2 സൈഡിലും മഴക്കാലത്ത് നല്ല വെള്ളം നിറഞ്ഞിടക്കും. ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രസമായിരിക്കും കാണാൻ. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ചാർലി മൂവി ലൊക്കേഷൻ ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി, അപ്പോൾ ലൊക്കേഷൻ കിട്ടും. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഇത് ഫുൾ ഡ്രൈ ആയി നിൽക്കുക. അതുകൊണ്ട് കുറേ പശുവിനൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത് കുട്ടിക്കാനത്തിനുള്ള ടോപ്പ് ഇൻ ടൗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കുട്ടിക്കാനത്ത് വരികയാണെങ്കിൽ ലഞ്ചിന് ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. ഇത് മരീൻ കോളേജിൻ്റെ ഈ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പാഞ്ചാലിമേട്ടിൽ വന്നു. ഇവിടെ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് വെതറാണ്, മഴയും കോടയും എല്ലാമായിട്ട്. അങ്ങനെ പാഞ്ചാലിമേട് ഞങ്ങൾ വന്നപ്പോൾ നല്ല വെതറായിരുന്നു. പക്ഷേ ഇവിടെ മിന്നലിൻ്റെ ഇഷ്യൂ കാരണം അവരിത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് തുറന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ നല്ല കോട ഇങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഈ കോടയുള്ള സമയത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ ഇവിടെ രസം ഉണ്ടാവുള്ളൂ, കോടയും മഴയൊക്കെ ഉള്ളപ്പം. പക്ഷേ ഈ മിന്നലിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർ തുറക്കാതെ നിൽക്കുന്നുണ്ട്, അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. കുട്ടിക്കാനം വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇതൊക്കെ കിട്ടും അത് കട്ട് ചെയ്ത് കേട്ടോ. കാണുന്നുണ്ടോ? എടാ തീയമായി ചാടുന്ന ചോട്ടാ. ബൈ.